ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 വീണ്ടും ഒരു എലിമിനേഷൻ എപ്പിസോഡ് കൂടി. ഈ എലിമിനേഷനിൽ സ്റ്റാർ സിംഗറിൽ നിന്നും വിട പറയുന്നത് ഇവർ. റീലോഞ്ചിന് ശേഷമുള്ള രണ്ടാമത്തെ എലിമിനേഷനാണിത്. ആകെ ഈ സീസൺ നോക്കിയാൽ 5ാമത്തെ എലിമിനേഷനും. 2 വൈൽഡ് കാർഡുകളെ കൂടി ഉൾപ്പെടുത്തി റീലോഞ്ചിന് ശേഷം 14 മത്സരാർത്ഥികളുമായാണ് ഷോ ബിഗ് ബോസിന് ശേഷം ആരംഭിച്ചത്. എന്നാൽ 5 റൗണ്ടുകൾക്ക് ശേഷം ഷോ 2 പേരെ എലിമിനേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അടുത്ത 5 എപ്പിസോഡ് കൂടി പൂർത്തിയാകുമ്പോൾ വീണ്ടും ഒരു എലിമിനേഷൻ എപ്പിസോഡിന് നിലവിൽ സ്റ്റാർ സിംഗർ സീസൺ 10 വേദിയാകുന്നു. നിലവിൽ 12 പേരാണ് മത്സരാർത്ഥികളായി ഉള്ളത്. ഇവരിൽ 2 പേരാണ് ഈ എലിമിനേഷനിലൂടെ പുറത്താകുന്നത്. ഈ എലിമിനേഷന് കഴിഞ്ഞ എലിമിനേഷന് ശേഷം നടന്ന 5 റൗണ്ടുകളിലെ മാർക്കുകൾ മാത്രമാണ് കണക്കാക്കിയിട്ടുള്ളത്. ആകെ 500 മാർക്കിൽ ഓരോരുത്തർക്കും ലഭിച്ച മാർക്ക് അനുസരിച്ച് ഏറ്റവും കുറവ് മാർക്ക് നേടിയ 2 പേർ. ഈ എപ്പിസോഡിൽ എലിമിനേറ്റഡ് ആകുന്ന 2 പേർ പവിത്ര, ഗൗതം എന്നിവരാണ്. പവിത്രയ്ക്ക് 491 മാർക്കും ഗൗതം പ്രസാദിന് 492 മാർക്കും കഴിഞ്ഞ 5 റൗണ്ടുകളിൽ നേടാനായി. വളരെ അപ്രതീക്ഷിതമായിരുന്നു ഇരുവരുടെയും ഈ കൊഴിഞ്ഞുപോക്ക്. എലിമിനേഷൻ വേദിയിൽ KS ചിത്ര പറഞ്ഞതുപോലെ തന്നെ ഇവർ ഇപ്പോൾ എലിമിനേറ്റഡ് ആകേണ്ടതല്ല. നിലവിലെ കണ്ടസ്റ്റൻസ് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത് കൊണ്ട് മാത്രം ഇവർ പിന്നിലാകുന്നതാണ്. ഇവരുടെ പെർഫോമൻസുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ് താനും. ഇരുവരും ആദ്യ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ഷോയിലെത്തിയവരാണ്. നിലവിൽ 21 റൗണ്ടുകൾ പിന്നിടുന്ന ഷോയിൽ 16 റൗണ്ടുകളുടെ ഭാഗമായിരുന്നു ഇരുവരും. നിലവിൽ കോൺവെന്റ് സ്കൂളിന്റെ ഭാഗമാണ് ഇരുവരും. അടുത്ത എപ്പിസോഡിൽ ഗുരുകുലത്തിൽ നിന്ന് ആരെയെങ്കിലും കോൺവെന്റ് സ്കൂളിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. മാത്രമല്ല ഈ എലിമിനേഷനോടെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 ഷോയിലെ ഫൈനൽ 10 മത്സരാർത്ഥികൾ ആര് എന്ന കാര്യത്തിലും വ്യക്തതയായി. എലിമിനേറ്റഡായ പവിത്രയുടെയും ഗൗതമിൻ്റെയും ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസുകൾ ഏതെല്ലാം എന്ന് കമൻറ്റ് ചെയ്യൂ.